A+ട്യൂബിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാരിന് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണം എന്ന് തന്നെ എന്താണ് ഇത്ര വലിയ വ്യഗ്രത? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചിലരൊക്കെ പറയും, നിങ്ങൾ എന്തിനാണ് സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്നതെന്ന് ചോദിക്കും. സർക്കാരിനെ നിരന്തരം വിമർശിക്കുന്ന ഒന്നുമില്ല. സർക്കാർ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്നും ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അങ്ങനെയാണെന്നും ഞങ്ങൾ പറയാറുണ്ട്. അത് പറയണമല്ലോ. അത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് നല്ലതും ചീത്തയും എന്താണെന്ന് തിരിച്ചറിയാനും ആ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും ചീത്തയെ വിമർശിക്കാനും നമുക്ക് കഴിയുമ്പോഴാണ് ജനാധിപത്യം യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപം പ്രാപിക്കുന്നത്. ഇന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, അടുത്ത കാലത്ത് സർക്കാർ കൊണ്ടുവന്നിരുന്ന ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതും, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും പുതിയ പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾ സാധാരണ നമുക്ക് മുദ്രപത്രങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി വരാറുണ്ട്. പല കാര്യങ്ങൾക്കും ഔദ്യോഗികപരമായി പല കാര്യങ്ങളും നമ്മൾ നിർവഹിക്കുന്നതിന് മുദ്രപത്രം വേണം. ഇപ്പോൾ വസ്തു കൈമാറ്റത്തിന് ആയാലും, ഏതെങ്കിലും ഒരു ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിനായാലും, ഏതെങ്കിലും പ്രോമിസറി നോട്ട് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾക്ക് മുദ്രപത്രം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിനായാലും ഈ മുദ്രപത്രങ്ങൾ നമുക്ക് വാങ്ങാൻ എത്രയോ സൗകര്യപ്രദമായ ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ മുദ്രപത്രം വാങ്ങുന്നത്? മുദ്രപത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയും. ഈ സ്റ്റാമ്പ് പേപ്പർ സാധാരണ കൊടുക്കുന്നത് വെണ്ടർമാരാണ്. വെണ്ടർമാർ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ലൈസൻസ് കൊടുത്തിരിക്കുന്ന ആളുകൾ ഉണ്ട്. നിലവിൽ ആധാരമെഴുത്തുകാരൊക്കെ തന്നെ ഇതിൻ്റെ വെണ്ടർ എടുത്തിട്ട് അവർ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. ഇത് ആധാരം എഴുതാതെ ഈ സ്റ്റാമ്പ് പേപ്പർ മാത്രം, സ്റ്റാമ്പ് പേപ്പറും അതുപോലെ കോട്ടിഫി സ്റ്റാമ്പും ഒക്കെ വിൽക്കുന്ന ചില ഷോപ്പുകളുണ്ട്. അവിടെയും ലൈസൻസ് എടുത്ത ആളുകൾ ഇത് കൊടുക്കുന്നുണ്ട്. മുദ്രപത്രങ്ങൾ വിൽക്കപ്പെടുമെന്ന് എഴുതി തൂക്കിയിരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട്. സാധാരണ ഇത് ഈ രജിസ്ട്രേഷൻ ഓഫീസുകൾക്ക് അടുത്തായും വില്ലേജ് ഓഫീസുകൾക്ക് അടുത്തായാലും ജില്ലാ കളക്ടറേറ്റിന് അടുത്തായാലും ഇതുപോലുള്ള വെണ്ടർമാർ ഇരിക്കാറുണ്ട്. ഈ വെണ്ടർമാരുടെ അടുത്ത് നമ്മൾ പോയി നമ്മുടെ പേര് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേരും അഡ്രസ്സും പറഞ്ഞാൽ അപ്പോൾ നമ്മളിത് കാശ് വാങ്ങുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാമ്പ് പേപ്പർ നൽകുന്നു. ഒന്ന് അവർ കൃത്യമായി ചുരുട്ടി തന്നെ ഒരു പേപ്പറിനകത്ത് ചുരുട്ടി വളരെ സുരക്ഷിതമായി നമ്മളെ ഏൽപ്പിക്കും. നമുക്ക് കൊണ്ടുപോകാം. നീണ്ട ക്യൂ ആണ്. പലപ്പോഴും കോടതിയുടെ അടുക്കലൊക്കെ ഇത് വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത് കാണാം. പക്ഷെ പെട്ടെന്ന് തന്നെ അത് കൊടുത്ത് തീർക്കും. ഈ വക്കീലന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് തന്നെ ഒരറ്റത്ത് ഒരു പ്രത്യേക ക്യൂ ഉണ്ടാവും. ഇല്ലെങ്കിൽ വക്കീലന്മാരുടെ ഈ ശിപായിമാരുണ്ടാവും. അവർക്കാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചു കൊണ്ടു പോകാനും പറ്റും. അതിനുള്ള സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആളുകൾക്ക് കൂടുതൽ അവിടെ നിൽക്കേണ്ടി വരില്ല, പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യും. ഇതിങ്ങനെ നിലവിലുള്ളപ്പോൾ സർക്കാരും ഒരു പുതിയ പദ്ധതി അടുത്ത കാലത്താണ് പ്രഖ്യാപിച്ചത്. ഈ സ്റ്റാമ്പിംഗ് എന്ന് പറയുന്ന പദ്ധതി. ഈ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ മുദ്രപത്രം മുഴുവൻ നമുക്ക് ഓൺലൈനായി ലഭിക്കും. പക്ഷേ ഓൺലൈനായി ലഭിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്നൊന്നും ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇപ്പോഴത്തെ പ്രോസസ്സ് എന്താണ്? നമ്മൾ വീണ്ടും വെണ്ടർമാരുടെ അടുത്ത് തന്നെ പോകണം. പോയി കഴിഞ്ഞാലോ കൂടുതൽ വിവരങ്ങൾ വെണ്ടർക്ക് കൊടുക്കണം. നമ്മുടെ പേരും മേൽവിലാസവും കൊടുക്കണം, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കണം. ഇത് നമ്മൾ മറ്റൊരാളും കൂടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആ വ്യക്തി, അവരുടെ സെഗ്മെൻറ്റ് പാർട്ടി ആരാണോ ആ പാർട്ടിയുടെ ഡീറ്റെയിൽസ്, പേര്, ഫോൺ നമ്പർ, വിലാസം, ഇതു എല്ലാം നമ്മൾ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, പർപ്പസ് എന്തിനാണ് ഈ പർപ്പസ് എന്നും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ വെണ്ടർമാർ ഓൺലൈനിൽ ഇത് നമുക്ക് എടുത്ത് തരും. പക്ഷേ തരുന്നതിന് മുമ്പ് ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടൊരു OTP ഓൺ ടൈം പാസ്വേഡ് നമുക്ക് വരും. ഈ നമ്മുടെ മൊബൈലിൽ ഓൺ ടൈം പാസ്വേഡ്, കാരണം ഏതെങ്കിലും മറ്റാരുടെയെങ്കിലും മൊബൈലിൽ നമ്പർ ഉപയോഗിച്ചിട്ടാണോ ഇത് വാങ്ങിച്ചത് എന്ന് ഉറപ്പ് വാങ്ങിച്ചിട്ട് ഉള്ളതാണെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് OTP നമ്മുടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിൽ തന്നെ വരുന്നത്. OTP നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അപ്പോൾ കിട്ടും. പക്ഷേ ഈ പ്രോസസ്സ് എന്തിനാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. നേരത്തെയുള്ള പ്രോസസ്സും ഈ പ്രോസസ്സും തമ്മിൽ ജനങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കേണ്ടി വരുന്നു. കാരണം ഒരാൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത് അയാളുടെ മൊബൈലിലേക്ക് OTP വന്നു. ഇനി ഓൺലൈനിൽ എന്തെങ്കിലും ഒരു
ഇത് പ്രശ്നമുണ്ടെങ്കിൽ അത്രത്തോളം താമസിക്കും ഈ OTP വരാനും OTP കൊടുക്കാനും. ഇങ്ങനെയുള്ള നമ്മൾ മൊബൈലിൽ ചാർജ് കംപ്ലീറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ പോയി വെണ്ടറുടെ അടുത്ത് നിൽക്കണം. അഥവാ ചാർജ് പോയാലോ തീർന്നു. നമ്മുടെ മൊബൈലിൽ വീണ്ടും ചാർജ് കയറ്റിയാലേ നമ്മുടെ മൊബൈലിലേക്ക് OTP വരികയുള്ളൂ. ഇതൊക്കെ തന്നെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എത്ര വലുതാണെന്ന് നോക്കുക. ഇതെല്ലാം സർക്കാർ പരിഗണിക്കാതെ ഓരോ പുതിയ സ്കീമുകൾ, അങ്ങനെ ഒരു പദ്ധതി, ഇങ്ങനെ ഒരു പദ്ധതി, എത്ര പദ്ധതികൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഈ പദ്ധതികൾ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. പക്ഷേ അങ്ങനെ അല്ലാത്തതുകൊണ്ട് വരുന്നതെല്ലാം ജനങ്ങൾ തന്നെ അനുഭവിച്ചോട്ടെ എന്നുള്ള മട്ടിലാണ്. മറ്റ് തരത്തിൽ പറഞ്ഞാൽ ഓൺലൈനായി നമുക്ക് ഈ സ്റ്റാമ്പിംഗ് പ്രോസസ്സ് നടത്താമെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് ഈ സ്റ്റാമ്പ് പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയണം. പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായി സ്റ്റാമ്പ് പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. മറിച്ച് വീണ്ടും പഴയതുപോലെ വെണ്ടർ അടുത്ത് പോകണം. ഈ വെണ്ടർ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ഓൺലൈൻ സംവിധാനം? അതും മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഈ സ്റ്റാമ്പ് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഇല്ലാതാക്കാനാണ്. തട്ടിപ്പും വെട്ടിപ്പുകളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ സിസ്റ്റത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തട്ടിപ്പ് ഉണ്ടാവില്ലെന്നാണോ? ഇല്ലെങ്കിൽ അങ്ങനെ വരുന്ന തട്ടിപ്പ് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണോ? സ്റ്റാമ്പ് പേപ്പർ വഴിയുള്ള തട്ടിപ്പുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സിവിൽ കോടതികളും ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകാം, കോടതികളെ സമീപിക്കാം. അതിനുള്ള അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതുവരെയൊക്കെ തന്നെ ഇപ്പോഴും കോടതികളിൽ പോകുന്നുണ്ട്. ഇനി ഈ സ്റ്റാമ്പിംഗ് വന്നതിന് ശേഷവും പ്രശ്നം ഉണ്ടെങ്കിലും കോടതിയിൽ പോകാം, പോലീസിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇതെല്ലാം അതേ പ്രോസസ്സും അതേ രീതിയിലുള്ള നടപടിക്രമങ്ങളും ഒക്കെ തന്നെയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ സ്റ്റാമ്പിംഗ് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ജനങ്ങൾക്കും പുതിയ ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ജനങ്ങൾക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വരികൾക്കിടയിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം.